ഈസ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചോദനം. നമുക്ക് കേട്ടുപരിചയമുള്ള വാക്കാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്തായിരിക്കും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിന് വേണ്ടത് എന്താ? ഒരു ആഗ്രഹമായിരിക്കും വേണ്ടത്. ഏത് സാധനമാണെങ്കിലും നമുക്കതിന് ആവശ്യം വേണമെങ്കിൽ അതിനോടൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആദ്യം ഒരു ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഒപ്പം തന്നെ ആ വസ്തു വാങ്ങാനായിട്ട്, വില കൊടുത്ത് വാങ്ങാനായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കണോമിക്സിൽ ഒരു ആഗ്രഹത്തെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുള്ളൂ. ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, ആ വസ്തു വില കൊടുത്ത് വാങ്ങാനുള്ള പണവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹമാണ്. ഒപ്പം തന്നെ വില്ലിംഗ്നെസ് ടു പേ, അതായത് പണം കൊടുത്ത് വാങ്ങാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. ഒപ്പം തന്നെ എബിലിറ്റി ടു പേ, വാങ്ങാനുള്ള പണവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് കണ്ടീഷൻസും ഉള്ള ഒരു ഡിസയറിനെ, ഒരു ആഗ്രഹത്തെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് തന്നെ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് the demand or quantity demanded by an individual. ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് ഉള്ള ഡിമാൻഡിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഹൗസ് ഹോൾഡിന് ഉണ്ടാകുന്ന ഡിമാൻഡ്, അല്ലെങ്കിൽ അയാളുടെ വാങ്ങാനുള്ള മൊത്തം സാധനത്തിന്റെ അളവ്, വാങ്ങാനുള്ള അയാളുടെ ആ ഡിമാൻഡിനെയാണ്, ഹൗസ് ഹോൾഡിന്റെ ഡിമാൻഡിനെയാണ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എപ്പോഴാണെങ്കിലും ഡിമാൻഡിനെ ഏറ്റവും അധികം, നമ്മുടെ ഏത് ഡിമാൻഡിനെ ആണെങ്കിലും ഏറ്റവും അധികം ബാധിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സാധനത്തിന്റെ വില തന്നെ. പ്രൈസ് ആണ് എപ്പോഴും ഏതൊരു പ്രോഡക്റ്റിന്റെയും, ഏതൊരു വസ്തുവിന്റെയും ഡിമാൻഡിനെ ബാധിക്കുന്ന ആദ്യത്തെ ഘടകം. അങ്ങനെയാണെങ്കിൽ ഇക്കണോമിക്സിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡിമാൻഡിനെ എപ്പോഴും ഫങ്ഷൻ ഓഫ് പി അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്നാണ് പറയുന്നത്. എപ്പോഴും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വസ്തുവിന്റെ വില തന്നെയാണ് ഡിമാൻഡിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിമാൻഡിന്റെ ഫങ്ഷൻ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിമാൻഡ് ഫങ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. വസ്തുവിന്റെ വിലയും വസ്തുവിന്റെ വാങ്ങുന്നതിന്റെ അളവും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ചുരുക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല് Q ഈസ് ദ ഫങ്ഷൻ ഓഫ് P. ഇവിടെ Q എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. Q ഈസ് ദ ഫങ്ഷൻ ഓഫ്, എന്തിന്റെ ഫങ്ഷൻ ആണ്? P, പ്രൈസിന്റെ ഫങ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വരുന്ന മാറ്റം കൊണ്ട്, പ്രൈസിൽ എന്ത് മാറ്റം ഉണ്ടായാലും ക്വാണ്ടിറ്റിയിലും മാറ്റം ഉണ്ടായിരിക്കും. നമുക്കറിയാം, സാധാരണഗതിയിൽ നോർമൽ ഗുഡ്സ്, സാധാരണ വസ്തുക്കളുടെ ഒക്കെ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഡിമാൻഡ് എപ്പോഴും കുറയും. പ്രൈസ് കുറഞ്ഞാലോ സാധാരണക്കാരുടെ ഡിമാൻഡൊക്കെ കൂടും. അപ്പോൾ ഈ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷൻ, അതല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ട്. സാധാരണ വസ്തുക്കളുടെ നോർമൽ ഗുഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. When price increases, demand decreases. When price decreases, demand increases. There is an inverse relationship or opposite relation between quantity demanded and price of the commodity.
സാധനത്തിന്റെ വിലയും സാധനത്തിന് വാങ്ങുന്നതിന്റെ അളവും തമ്മിലുള്ള ബന്ധം വിലയ്ക്കനുസരിച്ച് എപ്പോഴും ഓപ്പോസിറ്റ് റിലേഷൻ അതല്ലെങ്കിൽ വിപരീത ബന്ധം ആയിരിക്കും. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതിന്റെ ഈ ലോ, അതായത് മറ്റെല്ലാ കാര്യങ്ങളും സ്ഥിരമായി നിൽക്കുമ്പോൾ ഈ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ വിപരീതമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ലോയെയാണ് നമ്മൾ പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് ഡിമാൻഡിന് നമുക്ക് എങ്ങനെ പറയാം? ലോ ഓഫ് ഡിമാൻഡ് ഈസ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായി നിലനിൽക്കുകയാണെങ്കിൽ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം there is inverse relation between price of the commodity and quantity demanded. സാധനത്തിന്റെ വിലയും വാങ്ങുന്നതിന്റെ അളവും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. അപ്പൊ ഡിമാൻഡിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ കുറച്ച് വേരിയബിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? വാട്ട് ഈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു, ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു, ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.